ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വിളകൾ വ്യത്യസ്തമായ രീതിയിൽ വിൽപ്പന നടത്തിയത് ശ്രദ്ധേയമായി. 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത വെള്ളരിയാണ് വാഹനത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയത്. ബാങ്കിന്റെ വിവിധ സ്റ്റാളുകൾ വഴിയും വിൽപ്പന നടക്കുന്നുണ്ട്. ഭരണിക്കാവ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വെള്ളരിക്ക വാഹനത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയത് വ്യത്യസ്ത കാഴ്ചയായി. ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ കർഷക വണ്ടി, ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആമുഖത്തിലുള്ള കർഷക വണ്ടിയാണ് ഇതുവഴി വരുന്നത്. നാടൻ കാർഷിക ഉൽപ്പന്നങ്ങളും പഴം പച്ചക്കറി സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളും എല്ലാം ഈ കർഷക വണ്ടിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അത് എത്ര ചെറിയ അളവിലുള്ളതാണെങ്കിലും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ന്യായവിലയ്ക്ക് വിൽക്കാവുന്നതാണ്. നാടൻ ഏത്തക്കുലയും നാടൻ പഴവും നാടൻ പച്ചക്കറി സാധനങ്ങളും നാടൻ നിത്യോപയോഗ സാധനങ്ങളും നാടൻ തേനും എല്ലാം ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ബാങ്ക് വിവിധങ്ങളായിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കാൻ മുൻകൂറല്ല ഒരുക്കങ്ങളും നടത്തി. അതിന്റെ ഭാഗമായി 2 ഏക്കറിൽ വെള്ളരി കൃഷി ചെയ്തിരുന്നു. മികച്ച വിളവാണ് വെള്ളരി കൃഷിയിൽ ലഭിച്ചത്. ബാങ്കിന്റെ വിവിധ സ്റ്റാളുകൾ വഴിയും വാഹനത്തിൽ കൊണ്ടുനടന്നും വിൽപ്പന നടത്തിവരുന്നു. ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്ക് കാർഷിക മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. ഇത്തവണ ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിൽ 2 ഏക്കറിലാണ് വെള്ളരി കൃഷി ചെയ്തത്. മികച്ച വിളവാണ് ലഭ്യമായിട്ടുള്ളത്. ജൈവ രീതിയിൽ കൃഷി ചെയ്ത വൻതോതിൽ വിളവെടുത്ത വെള്ളരി ഞങ്ങൾ മിതമായിട്ടുള്ള വിലയ്ക്ക് വിറ്റഴിക്കുകയാണ്. ബാങ്കിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റാളുകളിൽ കൂടെയും പിന്നീട് ബാങ്കിൻ്റെ ഈ കർഷക വണ്ടിയിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഈ കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുന്ന പദ്ധതിയാണ് നടത്തിയിട്ടുള്ളത്. കൃഷിയെ പരിപോഷിപ്പിക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാങ്കിൻ്റെ നേരിട്ടുള്ള കൃഷി. ഇത്തവണ വെള്ളരിയുടെ മികച്ച വിളവാണ് കിട്ടിയത്. ആവശ്യത്തിന് യഥേഷ്ടം ഈ പ്രദേശത്ത് ആർക്കും ആവശ്യത്തിന് വെള്ളരി ലഭ്യമാക്കാൻ ഈ തവണത്തെ വെള്ളരി കൃഷിയിലൂടെ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഭരണിക്കാവ് പഞ്ചായത്തിൽ മാത്രമല്ല ഭരണിക്കാവ് പഞ്ചായത്തിന് പുറത്തും ഇപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരം, കായംകുളം ജംഗ്ഷൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഈ വാഹനമെത്തി യഥേഷ്ടം വെള്ളരിയുടെ വിൽപ്പന നടത്തിയിട്ടുണ്ട്. നാടൻ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചതായതുകൊണ്ട് കർഷകർക്കും ജനങ്ങൾക്കും ഇത് വളരെ വലിയ താല്പര്യത്തോടു കൂടിയാണ് ഈ കർഷക വണ്ടിയെ സമീപിക്കുന്നത്. പച്ചക്കറി, ഏത്തക്കുല, ഉപ്പേരി എല്ലാം ബാങ്കിന്റെ ഓണവിപണിയിൽ ലഭ്യമാണ്. വെള്ളരിക്ക ബാങ്ക് വാഹനത്തിൽ കൊണ്ടുനടന്നുള്ള വിൽപ്പന പുതിയ അനുഭവമായി. CDNet ന്യൂസ്, കറ്റാനം.